നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ മേഴ്സി ഫെരീസിൻ്റെ ഓഫീസിൻ്റെ മുമ്പിലാണ്. RSPBയുടെ ഒരു നേച്ചർ കം സീ ബേർഡ് വാച്ചിങ് ക്രൂസിന് വേണ്ടി പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയത്. അങ്ങനെ ആൾക്കാർ ഫെറിയിൽ പോകാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. നല്ലൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ ഫെറി ട്രിപ്പ്. അപ്പോൾ സൺഡേ മോർണിംഗ് ക്രൂസ്. എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി. അപ്പുറത്തതാ മേഴ്സി നദി ഒഴുകുന്നു. അത്യാവശ്യം കുറച്ച് ലോ ടൈഡാണ് ഇപ്പോൾ. ഞങ്ങളെ ഫെറി വന്നുകൊണ്ടിരിക്കുന്നു. ഫെറിയിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. റോഡ് വരെ ഉണ്ടാക്കി. അവര് പറയുന്നത് സ്ക്വാസ്, വേറെ മറ്റേ പെരിഗ്രീൻ, ഓസ്പ്രേസ് ഇതൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്, കാണാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെറി. ഇതിൽ കയറിയിട്ടാണ് നമ്മൾ പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഒരു ഫെറിയിൽ കയറി പോണത്. അപ്പോൾ അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിക്കണം. അടിപൊളി. റോയൽ ലൈവ് ബിൽഡിംഗ് കാണാം. ആൾക്കാർ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പോയിട്ട് സ്ഥലം പിടിക്കട്ടെ എവിടെയെങ്കിലും. കയറിയിരിക്കുകയാണ്. എല്ലാവരും ബൈനോക്കുലറും ക്യാമറയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ എക്സ്പെക്റ്റേഷനാണ്. സീറ്റൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് ഇരിക്കാം. കുറേ പേര് ഇരിക്കുന്നുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, RSPBയുടെ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഈ നമ്മളിങ്ങനെ ഫെറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോൾ അതിൻ്റെതായ ഹൈലൈറ്റ്സ് മുഴുവൻ പറയും. അപ്പോൾ ഒരു റണ്ണിങ് കമൻട്രി പോലെ. അപ്പോൾ നമ്മളൊന്നും മിസ് ചെയ്യാത്ത രീതിയിൽ നമുക്കെല്ലാം കാണാം, അറിയാം. അപ്പം ഇനി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്ത് തന്നെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ക്രൂസ് ഏകദേശം 3 മണിക്കൂറാണ്. നമ്മൾ ഈ മേഴ്സി നദി കൂടെ കുറച്ച് ദൂരം പോയി ബേയിലെത്തും. എന്നിട്ട് ഐറിഷ് സീഡ് ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ട് തിരിച്ചു മടങ്ങും. അപ്പോൾ ആ ദൂരത്തിൽ ഈ പറഞ്ഞ പക്ഷികളെയൊക്കെ കാണാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇതാ നമുക്ക് കുറേ ആൾക്കാരെ കാണാം. ഇങ്ങനെ ഇവിടെ പുറത്തു നിന്ന് ബൈനോക്കുലേഴ്സ് വെച്ച് പക്ഷികളെ നിരീക്ഷിക്കുന്നുണ്ട് അവർ. ഒരുവിധം എല്ലാവർക്കും പക്ഷികളെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഒക്കെ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അധികം പേരും ഇപ്പോൾ ഇതിലുള്ളത് അധികം പേരും കുറച്ച് പ്രായമായവരൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു റിട്ടയേർഡായിട്ട് കഴിഞ്ഞാൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് പ്രിഫറബിൾ ഹോബീസാണ് ബേർഡ് വാച്ചിങ് ഒക്കെ. അതിപ്പോൾ ഏത് RSPB സൈറ്റ്സിൽ പോയാലും നമുക്ക് കാണാം ഇതുപോലെ ഒരുപാട് റിട്ടയേർഡ് അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ആൾക്കാർ. ഓഫ് കോഴ്സ് യങ്സ്റ്റേഴ്സും ഫാമിലീസും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവർ നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതാണ് ബേർഡ് വാച്ചിങ്ങിൽ.
അപ്പോൾ അതാ കുറച്ച് പക്ഷികളൊക്കെ നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കുറച്ച് തിന്നാൻ എന്താ പറയുക ബ്രെഡോ എന്തൊക്കെയോ ഇട്ട് കൊടുക്കുന്നുണ്ട് അവരെ അട്രാക്റ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി അടുത്തുനിന്ന് കാണാനും ഒക്കെ സൗകര്യം ഉണ്ടാവുമല്ലോ അത് വിചാരിച്ചിട്ട്. വിശക്കാൻ തുടങ്ങി. അപ്പോൾ വല്ലതും കഴിക്കാൻ നോക്കട്ടെ. സൂപ്പ് 1-2 പേരുടെ കണ്ടു, വലിയ കുഴപ്പമില്ല. അപ്പോൾ സൂപ്പ് കിട്ടുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാം. സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് ടേം ക്രൂസ് ആയതുകൊണ്ട് വലിയ അടിപൊളി സംവിധാനങ്ങളൊന്നുമല്ല, എന്നാലും ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഇരിക്കാൻ ചെയറുകൾ, അതേമാതിരി ചെറിയ കഫറ്റീരിയ, സ്നാക്സും എന്താ പറയുക ചായ കാപ്പി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. അങ്ങനെ ഒരു ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ഒരു ഇതാണ്. പിന്നെ ഈ വിൻഡോസ് കൂടെ തന്നെ ഇവിടെ ഇരുന്നിട്ട് താഴെ ഇരുന്നിട്ടാണെങ്കിലും നല്ല വിസിബിലിറ്റി ഉണ്ട് പുറത്തേക്ക്. ഇപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിരിക്കണു തിരിച്ച്. ലിവർപൂളിനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം, ഒരു ഡിഫറെൻറ്റ് വ്യൂ ആണല്ലോ എത്രയായാലും. നമ്മളെപ്പോഴും അതിനെ ഒരു അടുത്തുനിന്ന് ലൈവ് ബിൽഡിംഗ് ആയാലും മറ്റേ വാട്ടർ ഫ്രണ്ടിലുള്ള ബാക്കി ബിൽഡിങ്സ് ആയാലും ഒക്കെ അടുത്തുനിന്ന് ഇങ്ങനെ കണ്ടിട്ട് ഉള്ളൂ. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് വ്യൂ, ഒരു രസമുള്ള വ്യൂ. പക്ഷെ എന്നാലും ട്രിപ്പ് അടിപൊളിയായി. ബേർഡിങ് പോയിന്റ് ഓഫ് വ്യൂന്ന് വലിയ ഹൈലൈറ്റ്സ് ഒന്നും ഉണ്ടായില്ല. എനിക്ക് കൊണ്ട് നമ്മൾ കുറേ ടേൺസ് കണ്ടു, കുറേ ഗൾസ് കണ്ടു, പല ടൈപ്പ് ഓഫ് ഗൾസും കണ്ടു ഓഫ് കോഴ്സ്. ബട്ട് സ്പെഷ്യാലിറ്റീസ് ഒന്നുമില്ല. പിന്നെ കുറേ വേഡേഴ്സ്, ഡൺലിൻ, വിംബ്രൽ, ഓയിസ്റ്റർ കാച്ചർ, പക്ഷേ ലൈഫേഴ്സ് ഒന്നുമില്ല. പിന്നെ കുറേ സീൽസിനെ കണ്ടു, നോർത്ത് അറ്റ്ലാന്റിക് ഗ്രേ സീൽസ്. പിന്നെ
ഹാർബർ പോർപ്പോയ്സ് ഇത് കുറേ കണ്ടു. അപ്പോൾ അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്സ്. പിന്നെ ആകപ്പാടെ ഒരു നല്ല ദിവസം, വളരെ നല്ല ദിവസം, നല്ല എൻജോയ് ചെയ്ത ഒരു ക്രൂസ് പോലെയാണ് അപ്പോൾ ഞങ്ങൾ നമുക്ക് തോന്നിയത്. അത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നല്ലൊരു എൻജോയ്മെന്റ് ആയി. ബേർഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ അത്ര ഒരു രസമായിട്ട് വെച്ചാലും ആകപ്പാടെ ഒരു നല്ലൊരു ഡേ ഔട്ട്. ഇറ്റ് വാസ് എ ഗുഡ് ഡേ ഔട്ട്. അടിപൊളി, സൂപ്പർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വേറൊരു ലൊക്കേഷനിൽ വേറൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ ബൈ.